ശ്രീ എം ഇ രാജേഷ്, യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് യു ഡി എഫിന് എന്തെന്നില്ലാത്തൊരു കോൺഫിഡൻസ് നൽകിയിട്ടുണ്ട്. ചില സാഹചര്യങ്ങളിലൊക്കെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പും മറ്റുള്ള നിയമസഭാ പാർലമെന്റ് തെരഞ്ഞെടുപ്പും ഒക്കെ രണ്ട് വഴിയിൽ പോകുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇവർ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉയർത്തിയ ചില പ്രശ്നങ്ങൾ അതേപോലെ ഉദാഹരണം പറഞ്ഞത് ശബരിമല സ്വർണ്ണക്കൊള്ള, ഇതേപോലുള്ള പ്രശ്നങ്ങൾ വീണ്ടും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കുമെന്ന രീതിയിലുള്ള സൂചനകൾ വന്നു കഴിഞ്ഞു. മാത്രമല്ല അദ്ദേഹം പറഞ്ഞതുപോലെ, അബ്ദുറഹ്മാൻ രണ്ടത്താനി പറഞ്ഞതുപോലെ, ഈ വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ ആരോഗ്യ രംഗത്തുമുണ്ടായ പതനം നിങ്ങൾക്ക് അദ്ദേഹം പറയുന്നൊരു ആരോപണമാണത്. ആ പതനം ഉണ്ടെങ്കിൽ ആ പതനം ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ പോകുന്നു. എന്താണ് ശ്രീ രാജേഷിൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ? ബഹുമാന്യനായ ശ്രീധരൻപിള്ളയും അതുപോലെ അബ്ദുറഹ്മാൻ രണ്ടത്താണിയും ഒരേ വാദമുഖങ്ങളാണ് ഉയർത്തിയത്, ഒരേ ഭാഷയിലാണ് സംസാരിച്ചത്. അതിൽ എനിക്കൊട്ടും അതിശയമില്ല. അതുകൊണ്ട് എനിക്ക് സൗകര്യവുമാണ്. രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് മറുപടി പറഞ്ഞാൽ മതി. ഒരേ തൂവൽ പക്ഷികളാണ് വാദങ്ങളുടെ കാര്യത്തിൽ എന്നതുകൊണ്ട് അവരോട് അതിൽ നന്ദിയുമുണ്ട്. കാരണം ചില കാര്യങ്ങൾ പറയാനുള്ള അവസരം അവർ തുറന്നിട്ടിരിക്കുന്നു. രണ്ടുപേർ ഉയർത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, കേരളം സാമ്പത്തികമായി പിന്നിലേക്ക് പോയി. നമ്മുടെ മുമ്പിൽ ഡേറ്റയുണ്ടല്ലോ, വസ്തുതകളുടെ അടിസ്ഥാനത്തിലല്ലേ പറയേണ്ടത്. 2016 LDF ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൻ്റെ സംസ്ഥാന ആഭ്യന്തര ഉൽപ്പാദനം GDP, അതാണല്ലോ ഒരു സംസ്ഥാനത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള വളർച്ചയെ അളക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു മാനകം. അതാണല്ലോ. എത്രയാണ്? 4,87,000 കോടി. ശ്രദ്ധിക്കണം, 4,87,000 ചില്ലുവാനും കോടി. ഇപ്പോൾ രണ്ടത്താണി കടം പെരുകി എന്നാണ് പറയുന്നത്. രണ്ടത്താണി പറയാത്തൊരു കാര്യം, അല്ലെങ്കിൽ അദ്ദേഹം ബോധപൂർവമോ അല്ലാതെയോ അറിയാതെ പോയിട്ടുള്ള ഒരു കാര്യം, ഇന്ന് കേരളത്തിൻ്റെ GDP 14,27,000 കോടിയിലധികമാണ്. എന്ന് പറഞ്ഞാൽ 2 ഇരട്ടിയിലധികം വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. 2.5 ഇരട്ടി GDP-യിൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ വർധനവുണ്ടായിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ച കണക്കാണ് കേട്ടോ. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും GDP കണക്കാക്കുന്ന കൂട്ടത്തിലാണിത്, ഞങ്ങളുടെ കണക്കല്ല. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള തകർച്ച, GDP വളരുന്നതിനെക്കുറിച്ചാണോ അങ്ങനെ ഇപ്പോൾ തകർച്ചയുണ്ടായി എന്നാണോ വിലയിരുത്തുക? മറ്റൊരു കണക്കെന്താ? പെർ ക്യാപിറ്റ GDP, പ്രതിശീർഷ ആഭ്യന്തര വരുമാനം. പെർ ക്യാപിറ്റ GDP-യിൽ ഇന്ത്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിലാണ് കേരളം. കേരളത്തെ വിശേഷിപ്പിക്കുന്നത് ഹയർ ഇൻകം സ്റ്റേറ്റ്സിലൊന്ന് എന്നാണ്. ബഹുമാന്യനായ ശ്രീധരൻപിള്ള പറഞ്ഞു, ഇന്ത്യ വല്ലാതെ അങ്ങ് മുന്നോട്ട് പോയി, കേരളം പിന്നിലായിപ്പോയി. നമ്മുടെ ദേശീയ പെർ ക്യാപിറ്റ GDP-യുടെ പ്രതിശീർഷ GDP-യുടെ 152.5% കൂടുതലാണ് കേരളത്തിൻ്റെ പെർ ക്യാപിറ്റ GDP. ആളോഹരി സംസ്ഥാന വരുമാനം, ആളോഹരി ദേശീയ വരുമാനത്തിൻ്റെ 152.5% കൂടുതലാണ്. ഇതെല്ലാം നിങ്ങളുടെ തന്നെ കണക്കുകളാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങ് അതിനെ ചോദ്യം ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പം 2 പ്രധാനപ്പെട്ട കണക്കുകൾ ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചു. ഇത് നമ്മുടെ മുമ്പിൽ വസ്തുതയാണ്. വസ്തുത ഒന്നും പ്രചരണം മറ്റൊന്നുമാണ്. അത് എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. ഇനി ഓരോ മേഖല എടുക്കാൻ ഞാൻ സമയമില്ലാത്തതുകൊണ്ട് എല്ലാത്തിലേക്കും പോകുന്നില്ല. ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞത് വിദ്യാഭ്യാസവും ആരോഗ്യവും തകർന്നു എന്നാണ്. അത് പറയണമെങ്കിൽ അസാമാന്യമായിട്ടുള്ള ധൈര്യം വേണം. ആളുകൾ ഈ പറയുന്നയാളെക്കുറിച്ച് എന്ത് കരുതിയാലും പ്രശ്നമില്ല എന്ന ഒരു അസാധാരണമായിട്ടുള്ള ചങ്കുറ്റമുണ്ടെങ്കിൽ മാത്രമേ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയും ആരോഗ്യ മേഖലയും തകർന്നു എന്നൊക്കെ പറയാൻ പറ്റും. ചില വസ്തുതകൾ മാത്രം, സമയപരിമിതി ഉണ്ടല്ലോ. കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ 4,000 കോടിയിലധികം രൂപയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന് ചെലവഴിച്ചത്. എന്താണ് അതിൻ്റെ നേട്ടം? കിഫ്ബി വഴി കേരളത്തിലെ എല്ലാ സ്കൂളുകളുടെയും സർക്കാർ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യത്തിൽ കണ്ണഞ്ചിപ്പിക്കുന്ന മാറ്റമല്ലേ ഉണ്ടായിട്ടുള്ളത്? ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി MLA ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ചിലപ്പോൾ അതിലൊന്നും താല്പര്യമുണ്ടാവണമെന്നില്ല. പക്ഷേ നിങ്ങളുടെ MLA-മാരോട് ചോദിച്ചു നോക്കൂ, കിഫ്ബി പദ്ധതികൾ ഏത് മണ്ഡലത്തിൽ ഏത് സ്കൂളിലാണ് ഉണ്ടാവാത്തത്? എൻ്റെ മണ്ഡലത്തിൻ്റെ അനുഭവം എനിക്കുണ്ട്. ഓരോ MLA-ക്കും അത് പറയാനുണ്ട്. കോടികൾ അല്ലേ സ്കൂളുകൾക്ക് കിട്ടിയത്? പണ്ട് MLA ഫണ്ടോ MP ഫണ്ടോ ആയിട്ട് കിട്ടുന്ന 5-10 ലക്ഷം രൂപയുടെ സ്ഥാനത്ത് ഇന്ന് കോടികളിൽ കുറഞ്ഞ ഫണ്ട് കിട്ടുന്നില്ല സ്കൂളുകൾക്ക്. 4-5 കോടി ഓരോ സ്കൂളിനും കിട്ടുകയാണ്. ലൈബ്രറി, ലബോറട്ടറി, മികച്ച കെട്ടിടങ്ങൾ. ഇപ്പോൾ ഒരു അനുഭവം ഞാൻ പറയാം, SKN അറിയായിരിക്കും. കൊച്ചിയിലെ
മട്ടാഞ്ചേരിയിൽ ഒരു സ്കൂൾ ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ പോയി. കോർപ്പറേഷനും കൂടി ചേർന്ന് സംസ്ഥാന സർക്കാരും ചേർന്നുണ്ടാക്കിയ ഒരു സ്കൂളാണ്. ആ സ്കൂൾ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞപ്പോൾ മുകളിലെ നിലയിലേക്ക് പോകാൻ, സർക്കാർ സ്കൂളാണെന്ന് ഓർക്കണം, പ്രിൻസിപ്പൽ ഞങ്ങളെ കൊണ്ടുപോയത് ലിഫ്റ്റിലാണ്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വന്ന മാറ്റത്തിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ രാഷ്ട്രീയമായിട്ടുള്ള അന്ധത ബാധിച്ചാൽ ഈ മാറ്റങ്ങളൊന്നും കാണാനാവില്ല. അതാണ് ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ ബാധിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പാവുമ്പോൾ ആ അന്ധത കൂടി വരും, രാഷ്ട്രീയ അന്ധത കൂടി വരും. ഒരു കൊല്ലം മുമ്പാണെങ്കിൽ ഇത്രത്തോളം ഉണ്ടാകുമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ ഇത് നമ്മുടെ മുമ്പിലുള്ളൊരു യാഥാർത്ഥ്യമല്ലേ? ഈ കേരളത്തിൽ ലക്ഷക്കണക്കിന് കുട്ടികൾ, അവരുടെ രക്ഷിതാക്കൾ ഇത് കേൾക്കുമ്പോൾ എന്തായിരിക്കും അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കുക? ഇനി അടിസ്ഥാന സൗകര്യ വികസനത്തിൽ മാത്രമാണോ? നോക്കൂ, നാഷണൽ സ്കൂൾ ക്വാളിറ്റി ഇൻഡെക്സിൽ ഇന്ത്യയിൽ കഴിഞ്ഞ 7 വർഷമായിട്ട് തുടർച്ചയായിട്ട് 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? പഠന നിലവാര സൂചികയിൽ ഏതാണ്? കേരളമല്ലേ? നമ്മുടെ മുമ്പിൽ മറ്റ് സംസ്ഥാനങ്ങളുടെയൊക്കെ കണക്കുണ്ടല്ലോ. ഇപ്പോൾ 45,000-ത്തിലധികം ക്ലാസ് മുറികൾ കേരളത്തിൽ ഹൈടെക്കായി. പാർലമെൻറ്റിൽ കൊടുത്തൊരു മറുപടി ഞാൻ ഓർമ്മയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. 210 ക്ലാസ് മുറിയാണ് ഗുജറാത്തിൽ ഹൈടെക് ആയിട്ടുള്ളത്. 2 നയങ്ങൾ തമ്മിലുള്ള, 2 മാതൃകകൾ തമ്മിലുള്ള വ്യത്യാസമാണ്. അടുത്ത കാലത്ത് നിങ്ങൾ ഉൾപ്പെടെയുള്ള ടെലിവിഷൻ ചാനലുകൾ സംപ്രേഷണം ചെയ്തൊരു ദൃശ്യം SKN ഓർമ്മയുണ്ടാവും. 18 വർഷമായി BJP ഭരിക്കുന്ന മധ്യപ്രദേശിലെ സ്കൂളിൽ ഉച്ചഭക്ഷണം കൊടുക്കുന്നതിൻ്റെ ദൃശ്യമാണ്. നമ്മൾ നടുങ്ങിപ്പോയില്ല ഇത് കണ്ടിട്ട്. മുറ്റത്ത് നിരന്നിരിക്കുന്ന കുട്ടികളുടെ മുമ്പിൽ പത്രം വിരിച്ച് ആ പത്രത്തിൽ ഭക്ഷണം കൊട്ടിക്കൊടുക്കുന്നതും അത് വാരിക്കഴിക്കുന്നതും ദൃശ്യമായിട്ട് നമ്മൾ കണ്ടതല്ലേ? കേരളത്തിൽ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? കേരളത്തിലെ ഉച്ചഭക്ഷണം ഇന്ന് അധ്യാപകർ കൂടി അവിടെ നിന്നാണ് കഴിക്കുന്നത്. അത്രയും നിലവാരമുള്ള ഉച്ചഭക്ഷണമായി. കേരളത്തിൽ അംഗൻവാടിയിലെ കുട്ടി ആരോഗ്യമന്ത്രിയെ വീഡിയോ കോളിൽ വിളിച്ച് പറയുന്നു ബിർനാനി വേണം എന്ന്. പിറ്റേ ദിവസം ആരോഗ്യമന്ത്രി ഉത്തരവിടുന്നു അംഗൻവാടികളിലെ മെനുവിൽ ബിരിയാണി കൂടി ഉൾപ്പെടുത്തണം എന്നത്. ഇതെല്ലാം നമ്മുടെ മുമ്പിലുള്ള, ആരെങ്കിലും പറഞ്ഞാൽ ഇല്ലാതാകുന്ന കാര്യങ്ങളാണോ? നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യമല്ലേ ഈ കാര്യങ്ങൾ? ഇനി ആരോഗ്യ മേഖലയുടെ കാര്യം എടുക്കൂ. ഇതാ കഴിഞ്ഞ മാസമല്ലേ, കഴിഞ്ഞ ആഴ്ചയല്ലേ കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ ആഘോഷിച്ച ഒരു വലിയ നേട്ടം നമ്മൾ കൈവരിച്ചത്? ഇന്ത്യയിൽ ആദ്യമായി ഒരു ജില്ലാ ആശുപത്രിയിൽ, ഒരു ജനറൽ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുകയാണ്. അതിന് ഹെലികോപ്റ്ററിൽ സർക്കാർ ഹെലികോപ്റ്റർ സൗജന്യമായി വിട്ടുകൊടുക്കുന്നു, ഹൃദയം എത്തിക്കുന്നു. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി പ്രൈവറ്റ് ആശുപത്രിയിലല്ല, എറണാകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ്, ജനറൽ ഹോസ്പിറ്റലിലാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ അവയവമാറ്റ ശസ്ത്രക്രിയ നടക്കുന്നു, സർക്കാർ മേഖലയിലാണ്. അപ്പം ഇങ്ങനെയുള്ള ഈ നേട്ടങ്ങളൊക്കെ കാണാതിരിക്കുകയും ഒറ്റപ്പെട്ട ഏതെങ്കിലും സംഭവം ഉണ്ടായാൽ അതിനെ സാമാന്യവൽക്കരിച്ചും അതിശയോക്തിപരമായി പെരുപ്പിച്ചുമൊക്കെ അവതരിപ്പിക്കുകയും ചെയ്യുന്നതാണ് രീതി. കേരളത്തിൽ നല്ലതൊന്നുമില്ല എന്ന് സ്ഥാപിക്കാൻ കുറച്ചു പേർ പെടാപ്പാട് പെടുന്നുണ്ട്. അത് ഇപ്പോൾ ഏറ്റുപാടേണ്ടത് അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ രാഷ്ട്രീയമായിട്ടുള്ളൊരു ഗതികേടായിപ്പോയി എന്നതുകൊണ്ട് അദ്ദേഹം പറയുന്നതാവാം. ഒരു കാര്യം കൂടി, ഈ വിദ്യാഭ്യാസ മേഖലയിലെ പഠന നിലവാര സൂചികയുടെ കാര്യം പറഞ്ഞു. ഇന്ത്യയിൽ ആരോഗ്യ നിലവാര സൂചികയിൽ 1ാമത് നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? കോൺഗ്രസോ BJP ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനങ്ങളാണോ? ഇപ്പോഴും നിൽക്കുന്നത് കേരളമല്ലേ? ഈ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾക്കുള്ള പുരസ്കാരം, ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ മുഴുവൻ വാരിക്കൂട്ടിയത് കേരളത്തിലെ സ്ഥാപനങ്ങളല്ലേ? നിങ്ങൾ നമ്മുടെ സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങളിലേക്കൊന്ന് പോയി നോക്കൂ. നമ്മുടെ മറ്റേ സർക്കാർ ആശുപത്രികളിൽ, താലൂക്ക് ആശുപത്രികളിലെല്ലാം വന്നിട്ടുള്ള പുതിയ കെട്ടിടങ്ങൾ, പുതിയ ബ്ലോക്കുകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എനിക്ക് എൻ്റെ മണ്ഡലത്തിലെ അനുഭവം ഇവിടെ പറയാൻ കഴിയും. PHCകൾക്കൊക്കെ വന്നിട്ടുള്ള കെട്ടിടങ്ങൾ, സൗകര്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളത്. അപ്പോൾ ആരോഗ്യ മേഖലയിൽ അമേരിക്കയെ കുറഞ്ഞ ഒറ്റവാചകം കൂടി കുറഞ്ഞ ശിശുമരണ നിരക്കിൽ അമേരിക്കയെ പിന്തള്ളിയത് 1 മാസം മുമ്പാണ്. എത്രയാണ്? 1 ലക്ഷം ലൈവ് ബർത്തിൽ 5.61 ആണ് നവജാത ശിശുമരണം അമേരിക്കയിൽ. കേരളം അത് മറികടന്ന് 5 കുറച്ചു. മില്ലനിയം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ലോകമാകെ മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ്. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ. ഇന്ത്യ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളെല്ലാം നേടുന്നതിൽ വളരെ പിന്നിലാണ്. എന്നാൽ 2030 കൈവരിക്കേണ്ട മിക്ക ലക്ഷ്യങ്ങളും ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ഇതിനകം കൈവരിച്ച സംസ്ഥാനമാണ് കേരളം എന്ന ഡേറ്റ കൂടി ഞാൻ പ്രേക്ഷകരുടെ മുമ്പിൽ വെക്കുകയാണ്. മറ്റു 2 പേരെയും ബോധ്യപ്പെടുത്താനല്ല ഞാനിതൊന്നും പറയുന്നത്, പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.